ഞാൻ എൻ്റെ ലൈഫിന് അങ്ങനെ ഫ്ലൈ 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനും അതിനുള്ള ഒരു ഗുണം കിട്ടാനായിട്ട് എന്ന് പറഞ്ഞാൽ സംടൈംസ് സ്റ്റാർഡം ഇസ് എ ബേർഡൻ. ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും കൂടെ. ഞാൻ അവരുടെ ഒപ്പം ഒരു കുറേ കൂടി പ്രായത്തിലുള്ള റോളിൽ അവരുടെ കൂടെ ഞാൻ നിൽക്കാൻ നേരത്തെ ഈക്വലായിട്ട് കിട്ടുമ്പോൾ ഞാൻ അതിനകത്ത് അത് അനുഭവിച്ച ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളെ കാണാൻ ജനം മറ്റത് ഭയങ്കരമാണ്, നമുക്ക് വേണ്ടിയത് അങ്ങനെ നമ്മളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് നമ്മൾ ഏത് മനുഷ്യനും വന്നിട്ട് എപ്പോഴും ക്രൗഡിൽ നിൽക്കണം എന്നല്ല. യു വാണ്ട് സം പ്രൈവറ്റ് സ്പേസ്. തീർച്ചയായിട്ടും 100%. വിത്തൗട്ട് ദാറ്റ് യു കൻ നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ആ പ്രൈവറ്റ് സ്പേസിന് നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് കിട്ടാതെ പോകുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടും. അങ്ങനെ മുട്ടുന്നവരും ഉണ്ട്, അറിയാം. പിന്നെ നമ്മൾ ജീവിതത്തിനുള്ളിൽ ഭയങ്കരമായിട്ട് എന്ത് പറഞ്ഞാൽ അതൊരു 100 ഇരട്ടി ചിന്തിക്കേണ്ടി വരുവാണ് ഇവർ. എന്തെങ്കിലും ഒരു തെറ്റ് ലൈം ലൈറ്റിൽ നിൽക്കുന്നവൻ്റെ വായിന്ന് ഒരു നാക്കുപഴ സംഭവിച്ചാൽ അത് എക്കാലത്തും അതിനെ പറഞ്ഞ് അത് ഓര് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് പറഞ്ഞ് വാദിച്ച് അവനെ കുറ്റക്കാരനാക്കി അവനെ എന്നിട്ട് അതല്ല പൂജിക്കങ്ങരി ഇല്ലാതെ നമ്മൾ തെറിയേക്കേണ്ടി വരും. ഞാനൊക്കെ ഈ ഒരു തരാകം വന്ന് ഭയങ്കര സ്റ്റാർട്ടം കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ അറിയാത്ത ചീത്ത കേൾക്കേണ്ടി. ഞാൻ പല കഥകളും ഞാൻ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നമ്മളോട് യാതൊരു ബന്ധമില്ലാത്ത കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെൻ്റെ അമ്മ ഞാൻ അവിടെ പോയി വഴക്കുണ്ടാക്കി, ഇവിടെ ഞാൻ അവസാനം വന്ന് ഞാൻ ചെയ്ത കഥാപാത്രത്തിനെ പോലെ ആക്കി എന്നെ. അങ്ങനത്തെ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വേറൊരു കാര്യം ചെയ്തു. നമ്മളിത് വായിക്കുമ്പോഴാണുള്ള പ്രശ്നം. ഞാൻ കുറെ നാൾ ഇങ്ങനത്തെ പത്രങ്ങൾ വായിക്കാതെ നമ്മളിത് അറിയുന്നില്ല. അപ്പൊ ഞാൻ എന്നോട് എൻ്റെ ആൾക്കാർ എന്നോട് പറയട്ട